ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 2ാം ക്ലാസ്സിലെ അവസാനത്തെ എക്സാം ആണല്ലേ, ഇംഗ്ലീഷാണ്. അപ്പോൾ നന്നായിട്ട് പാടമൊക്കെ പഠിച്ചില്ലേ, നേരെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാൻ പോവാം. ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ പറയുന്ന പിക്ചേഴ്സ് വരക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തരും. അപ്പം ഡ്രോ പിക്ചർ, നിങ്ങളെ ടീച്ചേഴ്സ് പറയുന്ന ആ പിക്ചർ വരക്കാനുള്ള ആ കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്യൂട്ടിഫുൾ പിക്ചർ, ടീച്ചേഴ്സ് പറയുന്ന ആ പിക്ചർ വരക്കുക. കളർ പെൻസിലൊക്കെ കരുതുക കേട്ടോ, കളറൊക്കെ കൊടുത്ത് മനോഹരമാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയായിരിക്കും ഫസ്റ്റ് ആക്ടിവിറ്റി. അടുത്തത് നോക്കാം. ഓൾ ദ ചിൽഡ്രൻസ് ആർ വെരി ഹാപ്പി, ദേ ആർ പ്ലേയിങ്, ഡിസ്ക്രൈബ് ദ പിക്ചർ. അല്ലേ, ഈ പിക്ചർ കണ്ടോ നിങ്ങളെ? ഇത് വിവരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ കുട്ടികളും കളിക്കുകയാണ് അല്ലേ. എന്തൊക്കെയാണ് നിങ്ങളവിടെ കാണുന്നത്? ഇനി അവിടെ എന്താണ്, കുറേ കുട്ടികൾ കൈറ്റിലെ പട്ടം പറത്തുന്നത് കാണുന്നുണ്ട്, ബേഡ്സ് പറക്കുന്നുണ്ട്, ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് എ ഡാഷ് അല്ലേ, അവിടെ ബോക്സിൽ തന്നിട്ടുണ്ട്. ഫ്ലൈയിങ് കൈറ്റ്സ്, ട്രീസ്, പ്ലേ ഗ്രൗണ്ട്, വാച്ചിങ് ബേർഡ്സ് എന്നൊക്കെ ഓരോ ഹിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ എന്നുള്ളിടത്ത് എന്താവും? ഇറ്റ് ഈസ് എ പ്ലേ ഗ്രൗണ്ട് അല്ലേ, കളിക്കുന്ന ഗ്രൗണ്ട് അല്ലേ അത്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്ലേ ഗ്രൗണ്ട്. പിന്നെന്താണ്? എ ബിഗ് ഡാഷ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. എന്താണ്? ബിഗ് ബേർഡ് ആണ് അല്ലേ. എ ബിഗ് ബേർഡ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. പിന്നെന്താണ്? ചിൽഡ്രൻസ് ആർ ഫ്ലൈയിങ് കൈറ്റ്സ് അല്ലേ. ചിൽഡ്രൻസ് എന്താ ചെയ്യുന്നത്? പട്ടം പറത്തുകയാണ് അല്ലേ. ഇനി അടുത്തത് എന്താണ്? ബ്രൂണോ ഈസ് ലേയിങ് അണ്ടർ ദ ഡാഷ്. എന്താണ്? ട്രീ അല്ലേ. ബ്രൂണോ, നമ്മൾ നായ മരത്തിൻ്റെ താഴെയായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഹീ ഈസ് ഡാഷ് ദ കൈറ്റ്സ്. എന്താണ് നായ ചെയ്യുന്നത്? വാച്ചിങ് ദ കൈറ്റ്സ്. പട്ടം കാണുകയാണ്, ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അടുത്തത് ആഡ് മോർ ലൈൻസ്. കൂടുതൽ വരികൾ ചേർക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും ബോക്സിൽ നിങ്ങൾക്ക് ഹിൻസ് തന്നിട്ടുണ്ട് അല്ലേ. സച്ചിൻ വെൻ ടു ദ പ്ലേ ഗ്രൗണ്ട് വിത്ത് ദ ന്യൂ കൈറ്റ്. He and his friends began to fly kites singing a song. Fill in the blanks and add more lines. അല്ലേ, എങ്ങനെയൊക്കെ? റെഡ് kites are flying in the sky, up and down, flying in the sky. ഇനി നമ്മൾ ബാക്കി എങ്ങനെ ഹിൻസ് വെച്ചിട്ട് ചെയ്യും? യെല്ലോ kites are എന്താണ്, സെല്ലിങ് ഇൻ ദ സ്കൈ അല്ലേ. അവിടെ നമുക്ക് ഹിൻസ് വെച്ചിട്ട് ഒരു ബാക്കി ലൈന് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസി അല്ല, ഈസി ആയിട്ട് നിങ്ങൾക്കത് പൂരിപ്പിക്കാൻ കഴിയും. അടുത്തത് കോൺവെർസേഷനാണ്, സംഭാഷണം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സച്ചിൻ സോ മിനു വാച്ചിങ് ദ ഫ്ലൈയിങ് കൈറ്റ്സ്. സച്ചിൻ എന്ത് കണ്ടു? മിനു ഫ്ലൈയിങ് കൈറ്റ്സ് അല്ലേ, കൈറ്റ്സ് പറപ്പിക്കുന്നത് കണ്ടു. ഷീ ലുക്ക്ഡ് സാഡ് അല്ലേ, അവൾ സങ്കടത്തോടെയാണ് ആ കൈറ്റ്സ് നോക്കി നിൽക്കുന്നത്. He moved Minu and asked what happened. അപ്പോൾ സച്ചിന് മിനുവിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എന്തിനാ നീ സങ്കടത്തോടെ നിൽക്കുന്നത്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? സച്ചിൻ ഹായ് മിനു. മിനു എന്താ പറഞ്ഞ? ഹായ് സച്ചിൻ. മിനു വാട്ട് ഹാപ്പൻ? ഡോണ്ട് ഹാവ് കൈറ്റ്. മീനു ഡോണ്ട് ഹാവ് കൈറ്റ് എന്ന് പറയാം അല്ലേ. എനിക്ക് കൈറ്റില്ല എന്ന് പറയുന്നത്. സച്ചിൻ എന്താ പറയുന്നത്? ഡോണ്ട് വെറി, ഐ വിൽ ഹെൽപ്പ് യു. നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. മീനു ക്യാൻ യു മേക്ക് എ കൈറ്റ്? എനിക്കൊരു കൈറ്റ് ഉണ്ടാക്കി തരുമോ? സച്ചിൻ നോക്കിയാൽ യെസ് ലെറ്റ്സ് മേക്ക് എ കൈറ്റ്, നമുക്ക് കൈറ്റ് ഉണ്ടാക്കാം. മനു താങ്ക് യു എന്ന് പറയാനല്ലേ. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ മക്കളെ? ഇനി അടുത്തത് നോക്കാം. നെയിം ദ ബേർഡ്സ് അല്ലേ. കുറച്ച് ബേർഡ്സുകളെ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ബേർഡ്സിൻ്റെ നെയിംസ് ഇതിൽ സ്പെല്ലിങ് കണ്ടെത്തിയിട്ട് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഹെന്നാണ് അല്ലേ. ഹെന്ന് സർക്കിൾ ചെയ്തു. കിവി, ക്രൗ, ഓൾ, ഈഗിൾ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് വരും കേട്ടോ. അപ്പോൾ ബേർഡ്സിൻ്റെയും പിന്നെ അതുപോലെ ബാക്കിയുള്ള ഐറ്റംസിൻ്റെ, ഫ്ലവേഴ്സിൻ്റെ, ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പേര് സ്പെല്ലിങ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇതുപോലുള്ള കുറച്ച് ആക്ടിവിറ്റീസും കൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ബെൻ ആൻഡ് സെന്നിൻ്റെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് വരും കേട്ടോ. വേർ ആർ യു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാണ്? പാർക്കിലേക്കാണ് പോകുന്നത്. വേർ ആർ യു ഗോയിങ് എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഐ ആം ഗോയിങ് ടു പാർക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ മറ്റേ എന്താ പറയുന്നത്? ഞാനും കൂടി വരട്ടെ എന്നാണ് അല്ലേ. എങ്ങനെയാണ് ചോദിക്കുക? ഐ എം കമ്മിങ് വിത്ത് യു
കം ലെറ്റ്സ് ഗോയിങ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അടുത്തത് ഓൺ ദ വേ ടു പാർക്ക് ബെൻ ആൻഡ് സെൻ മെറ്റ് സമ്മൺ. ഹൂ ഈസ് ദാറ്റ്, വാട്ട് ഈസ് ഷീ സെയിങ്, ഹൂ ആർ യു അല്ലേ, ആരാന്ന് ചോദിക്കണം. അപ്പോൾ എന്താവും പറയുക, ഐ ആം എ ഹെൻ, ഐ ലേ എങ്ങനെ എഗ്ഗ് അല്ലേ, എഗ്ഗിൻ്റെ മുന്നിലല്ലേ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുക. ബെൻ ആൻഡ് സെൻ റീച്ച് ദ പാർക്ക്, ദേ സ്റ്റാർട്ടഡ് പ്ലേയിങ് വിത്ത് ദെയർ ഫ്രണ്ട്സ്. ഇതുപോലുള്ള എക്സസൈസ് നമ്മൾ ചെയ്തില്ലേ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ട്, പ്ലേയിങ് ഗ്രൗണ്ടിൽ പാർക്കിൽ കളിക്കുന്നുണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെ കാണുന്നുണ്ട്, ഊഞ്ഞാലാടുന്നുണ്ട്, ഒരു ബേർഡ് ട്രീമേൽ ഇരിക്കുന്നുണ്ട്, പിന്നെ ഒരു പോണ്ടിൽ ഡക്ക് നീന്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതുപോലെ കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചിട്ട് അതിന് ഓപ്ഷൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എ പാർക്ക് അല്ലേ. സെൻ ഈസ് ഓൺ ദ, എവിടെയാണ് സെൻ ഈസ് ഓൺ ദ സീസോ അല്ലേ. എ ഡാഷ് ഈസ് സ്വിമ്മിങ് ഇൻ ദ പോണ്ട്, ആരാണ് സ്വിം ചെയ്യുന്നത്, ഡക്ലിംഗ് ആണ് അല്ലേ. എ ബേർഡ് ഈസ് ഓൺ ദ ട്രീ അല്ലേ. അങ്ങനെയുള്ള ഇൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് എഴുതാൻ പറ്റും. അടുത്തത് ഹൂ ഈസ് ദിസ്, കണ്ടോ നിങ്ങൾ, ഇതുപോലെ ആഡ് മോർ ലൈൻസ്, കൂടുതൽ വരി ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇവിടെ മദർ ടെക്, ഹൂ ഈസ് ദിസ് ഈസ് എ മൈ ഡക്ലിംഗ്, മൈ നെയിം ഈസ് ഡിക് അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എല്ലാവർക്കും എക്സാം എഴുതാൻ കഴിയട്ടെ, എല്ലാവിധ ആശംസകളും. അപ്പോൾ എല്ലാവരും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എല്ലതും പഠിച്ചു വെക്കുക, പാഠഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയുമായിട്ട് കാണാം.